ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു രാവിലെ മുതൽ ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ 4:45 എണീച്ചിട്ടുണ്ടായിന്. അപ്പോൾ രാവിലെ തന്നെ ഇക്കാക്ക് ഡ്യൂട്ടി ഉണ്ടായിന്. അപ്പം ചായയെല്ലാം കുടിച്ച് പോയട്ടാ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടാ, പിന്നെ ടൈം ഉണ്ടാവില്ല വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിന്. എന്നിട്ട് മക്കൾക്ക് ചായ ഉണ്ടാക്കി കേട്ടോ. മക്കൾക്കും എനക്കും വേണ്ടിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക്. അതെല്ലാം അവർക്ക് ബാത്റൂമിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചായക്ക് കുറച്ച് പലഹാരം ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ അധികം അവർ കഴിക്കൊന്നുമില്ല. രാവിലെ ചായയെല്ലാം അങ്ങനെ അത്യാവശ്യം കഴിക്കുന്നതല്ലാണ്ട് അധികം കഴിക്കൊന്നുമില്ല കേട്ടോ. കുറച്ചായൊരു ഇത് പോകാൻ വേണ്ടിയിട്ട് അവർ വേണ്ട പറയും, എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കലാണ്. അപ്പോൾ അവരെ കൂടെ ഇരുന്നിട്ട് തന്നെ ഞാനും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ ചായ കുടിക്കുമ്പോൾ തന്നെ എൻ്റെ മോൻ എണീച്ച് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവർ മദ്രസ പോകുമ്പോൾ ഓന് രാവിലെ എണീക്കോട്ടെ. അപ്പോൾ എണീച്ച് അവർ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഓമാണെങ്കിൽ ഉറങ്ങും. അപ്പോൾ ഇക്കാക്ക് രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കി കൊടുത്തിന്. ഉഴുന്ന് ദോശയും രാത്രിത്തെ ചിക്കൻ കറിയും ഉണ്ടായിന്. അതാണ് കൊടുത്തിട്ടുണ്ടായിന്. അപ്പം മക്കൾ മദ്രസ പോയിട്ടുണ്ട്. അപ്പം മക്കൾക്ക് ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്കും. അപ്പം പിന്നെ ഇതാ ഞാൻ ഇഡലി പാത്രവും മാവെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ പുതിയ ഇഡലി പാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ പുതിയ പാത്രമായതുകൊണ്ട് ആ ഒരു ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. ഏത് സാധനവും നമുക്ക് പുതിയത് കിട്ടുമ്പോൾ ആദ്യം ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു ത്രില്ല് വേറെ തന്നെയാണല്ലേ. അപ്പം അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. പിന്നെ പഴയത് എൻ്റെ അലുമിനിയത്തിൻ്റെ ആണ് കേട്ടോ ഉണ്ടായിന്. ഇപ്പോൾ പുതിയത് ഞാൻ മേടിച്ചത് സ്റ്റീലിൻ്റെയാണ്. അപ്പം സ്റ്റീലിൻ്റെയിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വേഗം ആയി കിട്ടുന്ന കേട്ടോ. വെള്ളമെല്ലാം വേഗം തിളച്ച് കിട്ടുന്നുണ്ട്. അപ്പം മറ്റേത് എൻ്റെ കുറച്ച് ടൈം എടുക്കലാണ്. പിന്നെ വെള്ളമെല്ലാം വെച്ചാൽ തിളക്കാൻ അതിനെല്ലാം ഭയങ്കര ടൈമാണ് കേട്ടോ. ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വേഗം ആയി കിട്ടുന്നുണ്ട്. ഇതിപ്പം 3 തട്ടിലെയാണ് കേട്ടോ. മുമ്പത്തെ പാത്രത്തിൽ 2 തട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം പിന്നെ ഇതാ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ പിന്നെ പാത്രത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഡലിക്ക് വേണ്ടിയിട്ട് ചട്നി ആക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചട്നി ആക്കൽ. അപ്പോൾ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ അധികം കാന്താരി മുളക് തന്നെയാണ് യൂസ് ചെയ്യൽ. ഏതിനായാലും കാന്താരി മുളക് തന്നെ യൂസ് ചെയ്യും. നല്ല എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ അത്ര ഇതുണ്ടാവില്ലല്ലോ, പേടി ഉണ്ടാവില്ലല്ലോ, കൈപോകുകയോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും എൻ്റെ ഇഡലി ആയിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് തണിയാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ് കേട്ടോ. നമുക്ക് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പാത്രത്തിൽ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഇഡലിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ വേണമെന്നില്ലവർ പിന്നെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം രണ്ടാമത്തെ ഇഡലി ഞാൻ ആക്കുന്നുണ്ട്. അപ്പം കുറച്ചേ ആക്കുന്നില്ല കേട്ടോ. ഇതും കൂടെ ഒഴിക്കുന്നില്ല. എന്താ വെച്ചാൽ ഉച്ചക്ക് ബിരിയാണി വെക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അധികം വേസ്റ്റ് ആകണ്ടല്ലോ വിചാരിച്ചിട്ട്, കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം ഞാൻ കുറച്ചേ ആക്കുന്നില്ലോ. അപ്പോഴേക്ക് ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുവും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അരച്ച് വെച്ച ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പാട് ഞാൻ ഓഫാക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ചൂട് മതിയാവും, തിളക്കിയൊന്നും വേണ്ട കേട്ടോ ചട്നി. അപ്പോൾ മക്കൾക്ക് വേണ്ട ചൂടുവെള്ളമെല്ലാം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നമുക്കുള്ള. അപ്പോഴേക്കും നമ്മളെ രണ്ടാമത്തെ ഇഡലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല 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 നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. അപ്പോൾ ഇഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ മക്കൾ രാവിലെ മദ്രസ പോകുമ്പോൾ കുടിച്ച ചായപാത്രം അങ്ങനത്തെ എല്ലാം ഉണ്ടായി. അതൊക്കെ ഞാനൊന്ന് വേഗം കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഇങ്ങനെ കുറച്ച് പാത്രങ്ങൾ വേഗം കഴുകി വെച്ചാൽ നമുക്ക് അത്ര പാത്രങ്ങളൊന്നും കാണില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ബേസിൽ നിന്ന് ആദ്യം സോപ്പ് അരച്ചിട്ട് ഈ സൈഡിൽ വെക്കും. എന്നിട്ട് ആ ബേസെല്ലാം ഒന്ന് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഇട്ടിട്ട് പാത്രങ്ങൾ അതിലേക്കിട്ട് കഴുകിയെടുക്കും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാണില്ല പാത്രം കഴുകാൻ. ആ സോപ്പ് എല്ലാം പോയി കിട്ടും കേട്ടോ.
അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്, നല്ലോണം പീഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാക്കി വന്ന മാവ് ഞാൻ നാളത്തേക്കോ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നെയ് റോസ്റ്റോ മസാല ദോശയോ എന്തെങ്കിലും ആക്കാമല്ലോ. അപ്പം ഇതിനെ കൊണ്ട് ഇങ്ങനെ ഉഴുന്ന് അരച്ച് വെച്ചാൽ നല്ല എളുപ്പമാണ് കേട്ടോ. എന്തെങ്കിലും ആക്കി എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം 2-3 ഐറ്റം ആകുകയും ചെയ്യും. അപ്പോൾ ഇതാ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സാലഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒന്നുമില്ല, സവാളയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം സോയാബീൻ ഒന്നും ഇല്ലാത്ത സമയം ഞാൻ ഇതേപോലെ ആക്കി കൊടുക്കും കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാ ഐറ്റം. അപ്പം ഡെയിലി ഇങ്ങനത്തെ ഒന്നും ആക്കി കൊടുക്കില്ല. സോയാബീൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെള്ളവും ആക്കി വെക്കുന്നുണ്ട്. ഞാനിതാ നേരത്തെ ചൂടാക്കിയ വെള്ളം തണിഞ്ഞിട്ടുണ്ടായിന്, അപ്പോൾ അത് കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ചായ കുടിച്ചതിന് ശേഷം ഞാനിതാ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം ഒന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് ക്ലീനിങ് എല്ലാം ചെയ്തതിന് ശേഷം ഞാനിതാ ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് എപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് അടിച്ചു വിട്ടിട്ട് ചെയ്തതാണ് കേട്ടോ. ദിവസവും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ പണിയൊന്നുമില്ലല്ലോ, വേഗം ക്ലീനാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഹാളും ബെഡ്റൂമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചതിന് ശേഷം ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പം ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ സവാളയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തന്നെ വേഗം നമുക്ക് മസാലയാവും. അപ്പോൾ ചിക്കൻ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഒരു കുഴിയുള്ള ചട്ടിയിൽ പൊരിച്ചെടുത്താൽ ചിക്കൻ വേഗം ആയിക്കിട്ടും കേട്ടോ. അധികം ഓയിലൊന്നും കുടിക്കാണ്ട് വേഗം നല്ലതുപോലെ ആയിക്കിട്ടും ചിക്കന്, നല്ലോണം പൊരിഞ്ഞ് കിട്ടും. ഇത് ഞാൻ തലേന്നേ ഞാൻ പിന്നെ ചിക്കൻ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ചട്ടിയിൽ വെച്ചാൽ നമുക്ക് വേഗം ചിക്കനായി കിട്ടും. അപ്പോൾ ഇതാ ഓയിൽ തീർന്നിട്ടുണ്ടായിന് അതിൻ്റെ ഇടയ്ക്ക്, അത് ഇപ്പോൾ ഞാൻ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കന് ഒരു ഭാഗം നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചിക്കൻ പൊരിച്ചിട്ട് മസാലയിൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ ഇങ്ങനെ നല്ലോണം പൊരിഞ്ഞാൽ. അപ്പോൾ ഇതാ അത് അപ്പുറത്തുനിന്ന് ആകുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. സവാള ഒന്ന് മുരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നില്ല, നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കില്ല. എന്താ വെച്ചാൽ സവാളയിൽ വേഗം നെയ്യ് കുടിക്കും. അപ്പം ആദ്യം ഓയിലിൽ സവാള മുരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ആ ഓയിലിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ടിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് പിന്നെ മുന്തിരിങ്ങ ഇട്ട് അങ്ങനെയൊന്നും മുരിച്ചെടുക്കണ്ട, രണ്ടും ഒരേപോലെ തന്നെ ഇട്ടിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പം ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ അണ്ടിപ്പരിപ്പ് നല്ലോണം മുരിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് ആ മുന്തിരിങ്ങ പൊന്തി കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ രണ്ട് ചേർക്കും കേട്ടോ, ഓയിലും ചേർക്കും നെയ്യും ചേർക്കും. ഇതിലേക്ക് ബിരിയാണിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ കറാമ്പ് പട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.5 പാട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2.5 പാട്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ 1 കിലോനരി, അതായത് 1 കിലോനരിക്ക് 2.5 പാട്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതാ പാത്രം നമ്മൾ ഇളക്കാനെടുക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം എടുത്താൽ മതിയാവും. അപ്പം ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടായിന്. ആ സമയം കൊണ്ട് ഞാൻ അരി കഴിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചോറ് വെക്കുമ്പോൾ അധികം ചെറുനാരങ്ങ ഒന്നും ഇടില്ല കേട്ടോ. അപ്പം ചെറുനാരങ്ങ ഇടാണ്ട് തന്നെ എനിക്കിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടൊന്നും കിട്ടലില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ചോറ് കിട്ടലുണ്ട്. അതുകൊണ്ട് ചെറുനാരങ്ങ ഒന്നും വലിങ്ങനെ ഇടില്ല. അപ്പോൾ ചോറായിട്ടുണ്ട് കേട്ടോ. ഇടുന്നതെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് എപ്പോഴും കാണിക്കുന്ന തന്നെ പിന്നെയും കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം വീഡിയോ ലെങ്ത് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ മസാല ആക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ച നെയ്യ് തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ പൊരിച്ച നെയ്യിൽ തന്നെ നമുക്ക് മസാലയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം
വേറെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുകയും വേണ്ട. ഈ ഓയിലിൽ തന്നെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും, ഇതാ കുരുമുളക് അത്യാവശ്യം നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ പൊരിച്ച നെയ്യിൽ തന്നെ മസാല ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ, അപ്പോൾ ഇതെല്ലാം പച്ചമണം മാറുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിതാ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടീൻ്റെ എല്ലാം പച്ചമണം മാറിയാൽ ഇതേപോലെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മസാലയിൽ ഇതേപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ പൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കുണ്ടിലെ ചട്ടിയിൽ പൊരിച്ചാൽ നമുക്കൊരു ഗുണമുണ്ട് കേട്ടോ, വേഗം ചിക്കൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ മസാല കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ മസാലയിൽ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചോറും മസാലയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഇടായിട്ടുണ്ട്. ഞാൻ മസാല ചോറിലൊന്നും ഇടുന്നില്ല. പിന്നെ അപ്പം ഞാൻ ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് വേഗം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം വേഗം ചെയ്തെടുത്തതിന് ശേഷം എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഷോപ്സിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അത് നോക്കണം. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ഞാൻ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ച്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എലാസ്റ്റിക്കിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഷോപ്സിൽ നിന്ന് ഞാൻ മുമ്പൊക്കെ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ കേട്ടോ വാങ്ങിക്കൽ. നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ ഈ ഷോപ്സിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടലിൽ ഒന്നും ആവുകയും ചെയ്യില്ല കേട്ടോ, ഒന്നും അങ്ങനെ മോശമായി ഒന്നും ചെയ്യില്ല. അപ്പോൾ 2 പില്ലോ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. നല്ല അത്യാവശ്യം വലിപ്പമുള്ള പില്ലോ തന്നെ കേട്ടോ. അപ്പോൾ 2 പില്ലോ ഉണ്ട്. ഇനി ഈ ബെഡ്ഷീറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എലാസ്റ്റിക്കിലെ ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിന്, എലാസ്റ്റിക്കിൽ കിട്ടൂലേ എന്നുള്ള ഡൗട്ട് ഉണ്ടായിന്. അപ്പം എലാസ്റ്റിക് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വിചാരിച്ച് 4 ഭാഗവും ആ സൈഡ് ഇറുക്കുന്നെടുക്കുക മാത്രമായിരിക്കും എലാസ്റ്റിക്കെന്ന്. അതല്ല കേട്ടോ, മൊത്തം എലാസ്റ്റിക്കാണ് കേട്ടോ. നല്ലൊരു രസമില്ല ബെഡ്ഷീറ്റ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പം ഇങ്ങനെ ഉണ്ടായാൽ ചുറ്റും എല്ലാം ഒന്ന് ഇറങ്ങി പിടിക്കുമല്ലോ, ഒന്ന് എവിടുന്നും അളകിയൊന്നുമില്ല. മക്കളെല്ലാം ഇല്ലാക്ക് നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ്. അപ്പോൾ ഞാൻ ഒന്ന് വിരിച്ച് കാണിച്ചു തരാം. അവർ തുള്ളുമ്പോൾ ഇതാക്കുമ്പോൾ ഒന്നും അനങ്ങൂല കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേന്ന് ദിവസമാണ് കേട്ടോ വിരിച്ച് കാണിച്ചത്. ഇതൊന്ന് ഒലുമ്പിയതിന് ശേഷം പിരിച്ച് കാണിച്ച് തന്നെയാണ്. എന്താ വെച്ചാൽ ഇത് ടൈറ്റ് ചുരുങ്ങിയെല്ലാം ചെയ്യൂലേ, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബെഡിനെക്കാട്ടിയും ഉണ്ട് കേട്ടോ ഈ ബെഡ്ഷീറ്റ്, അത്യാവശ്യം വലിപ്പമുണ്ട്. 200 സംതിങ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. അത്രയും റേറ്റിലും വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ 4 ഭാഗം ഉറുക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാം ഇല്ലാത്ത നല്ലതാണ് കേട്ടോ. അതിൽ കാണുമ്പോൾ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഉണ്ടായിന്. ഇപ്പോൾ ഇവിടെ കിട്ടുമ്പോൾ ഒരു ബ്ലൂ കളറാണില്ലേ. ഇതും നല്ല കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഞാൻ തേയില ഇതാ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേബിളിന്മേൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരിങ്ങനെ വന്നിട്ട് യൂട്യൂബിലെ വീഡിയോ കാണുന്നതും പിന്നെ വീഡിയോസൊക്കെ ഇടാറില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഇതാ ടേബിൾ മേലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവർ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ വെറുതെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാക്കണ്ട വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.